ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. 100% ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് സിനിമ ഇറക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. സോ യൂട്യൂബിലാണ്, അതുകൊണ്ട് പൈസയൊന്നും കൊടുക്കുകയൊന്നും വേണ്ട, ലിങ്കിന് ആരെയും കൈയും കാലും പിടിക്കണ്ട. ജസ്റ്റ് മലയാളത്തിൽ നിന്ന് ഒരു ഡീസന്റ് ത്രില്ലർ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി യൂട്യൂബിലാണ് റിലീസ് ആയിരിക്കുന്നത്. നമ്മുടെ അമിത് ചക്കാലക്കൽ നായകനായ തേരും. അമിത് ചക്കാലക്കൽ മാത്രമല്ല, ഒരു കിടിലൻ കാസ്റ്റുള്ള ഒരു പടമാണ്. ബാബുരാജ്, പ്രശാന്ത് അലക്സാണ്ടർ, വിജയ് രാഘവൻ, കലാഭവൻ ഷാജോൺ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന നായകനും കുടുംബവും പെട്ടെന്ന് ആളുടെ ലൈഫിൽ ഒരു ട്രാജഡി നടക്കുകയാണ്. അതിന് റിവഞ്ച് എടുക്കാൻ പോകുന്നു. അവസാനം 1 വേഴ്സസ് എൻറ്റയർ പോലീസ് ഫോഴ്സ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ്. പിന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു 115 മിനിറ്റിന്റെ ഒരു ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടൊരു ത്രില്ലർ ആയിട്ട് എനിക്ക് ബേസിക്കലി തോന്നി. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇവരുടെയൊക്കെ പെർഫോമൻസിന്റെ ആയിരുന്നു. അമിത് ചക്കാലക്കൽ. സോ വാരിക്കുഴിയിലെ കൊലപാതകം ആ ഒരു സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നായകനാണ്. പക്ഷെ ആൾക്ക് കിട്ടേണ്ട റെക്കഗ്നീഷനും അതേപോലെ തന്നെ അപ്രീസിയേഷനും പലപ്പോഴും കിട്ടിയിട്ടില്ല തോന്നിയിട്ടുണ്ട്. ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടൊരു ആക്ടറാണ്. ഈ സിനിമയിൽ നല്ല പെർഫോമൻസിനായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഷോ സ്റ്റീലർ അല്ലെങ്കിൽ മെയിൻ പെർഫോമർ എന്നൊക്കെ പറയാനുള്ളത് കലാഭവൻ ഷാജോന്റെ ക്യാരക്ടറാണ്. ഫ്രം ദ ഫസ്റ്റ് ടു ദ ലാസ്റ്റ് അങ്ങേര് ഒരു സീരിയസ് ക്യാരക്ടർ പിടിച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത്. ബാക്കി വിജയ് രാഘവൻ ആയാലും പ്രശാന്ത് അലക്സാണ്ടർ ആയാലും ബാബുരാജ് ഒക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം, ഈ സിനിമയിൽ നായികയില്ല. സോ വൺസ് ഈ സിനിമ ഒരു സീരിയസ് മോഡിലോട്ട് പോയി കഴിഞ്ഞാൽ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. അനാവശ്യ റൊമാൻസോ അതേപോലെ തന്നെ ഊച്ചാളി കോമാളിത്തരങ്ങൾ അതൊന്നും ഈ സിനിമയിലില്ല. ഭയങ്കര ക്രിസ്പായിട്ട് എടുത്തൊരു സിനിമയാണ്. ഫൈറ്റ് സീൻസ് ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഒരാൾ വന്നിട്ട് 100 പേരെ അടിച്ചത് അങ്ങനെയൊന്നുമില്ല. കൊള്ളും കൊടുക്കും, കൊള്ളും കൊടുക്കും. നല്ല സിനിമ ആയിട്ട് എനിക്ക് തോന്നുന്നത്. യൂട്യൂബിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഒരു സിനിമ ഇമോഷണലി ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ അതിന് പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് നല്ലൊരു സിനിമയാണ്. ഇത് ഈ സിനിമയ്ക്ക് പറ്റിയെന്ന് തന്നെ പറയാം. ഇതിൽ തുടക്കത്തിൽ ഒരു ഇമോഷണൽ സീൻ ഉണ്ട്, നമുക്ക് കരച്ചിൽ വരും. കാരണം ഭയങ്കര സങ്കടം. അത്രയും നേരം നല്ല രസത്തിൽ പോയി. ഇനീഷ്യലി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫീൽ ഗുഡ് പടമാണെന്ന്. പിന്നെ ഒരു ട്രാജഡി വന്ന ശേഷമാണ് സിനിമയുടെ ട്രാക്ക് എന്ന ഒരു സീരിയസ് മോഡിലോട്ട് മാറുന്നത്. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് ഗ്രാമപ്രദേശവും അതേപോലെ തന്നെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നത് അതൊക്കെ അടിപൊളിയായിരുന്നു. വിജയ് രാഘവനും അതേപോലെ തന്നെ ബൈക്കും തമ്മിൽ റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്നത് അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആ സീൻസ് ഒക്കെ. ഒരു ഫാമിലിനെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അപ്പൊ അമിത പ്രതീക്ഷ ഇല്ലാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നന്നായി ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയാണ്. ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. 100% ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് സിനിമ ഇറക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. സോ യൂട്യൂബിലാണ്, അതുകൊണ്ട് പൈസയൊന്നും കൊടുക്കുകയൊന്നും വേണ്ട, ലിങ്കിന് ആരെയും കൈയും കാലും പിടിക്കണ്ട. ജസ്റ്റ് സെർച്ച് ചെയ്യുക, സമയം കണ്ടു നോക്കുക, ട്രൈ ഇറ്റ് ഔട്ട്.